കൊപ്പത്തിന് പൊൻതിളക്കമേകി 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ്, പട്ടാമ്പി റോഡ്, കൊപ്പം. പൂലാശ്ശേരി സഹൃദയ വായനശാല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനായി പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 22 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. MLA മുഹമ്മദ് മുഹസിൻ ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 22 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന സഹൃദയ വായനശാല കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. MLA മുഹമ്മദ് മുഹസിൻ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. സാധാരണ വായനശാലകൾക്ക് ഫണ്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് MLA-മാർക്ക് ADF-ഉം STF-ഉം ADF-ൽ ഫണ്ട് കൊടുക്കാൻ പറ്റില്ല. STF എന്ന് പറഞ്ഞാൽ 1 കോടി രൂപയാണ് ഒരു വർഷം ഉണ്ടാവുക. അതിൽ നിന്നാണ് ചെറിയ ഫണ്ടുകളും അതുപോലെ തന്നെ വ്യത്യസ്തമായ പല ഫണ്ടുകളും കൊടുക്കാൻ കഴിയുന്നത്. ആ ഫണ്ട് ഇപ്പോൾ നമുക്ക് അറിയാം, എയ്ഡഡ് സ്കൂളുകൾക്ക് അതിൽ നിന്നാണ് കൊടുക്കുക. ചെറിയ 2 ലക്ഷത്തിൻ്റെ 5 ലക്ഷത്തിൻ്റെ റോഡുകൾ കൊടുക്കേണ്ടത് അതിൽ നിന്നാണ്. അങ്ങനെയുള്ള ഒരു സമയത്ത് വായനശാലകൾക്ക് വലിയൊരു ഫണ്ട് കൊടുക്കണം എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടാണ്. എന്നാലും സ്ഥലം കിട്ടുകയാണെങ്കിൽ നൽകാമെന്ന് പറയുകയും അതിൻ്റെ ഭാഗമായി ഇവിടെ സ്ഥലം തരികയും അതോടൊപ്പം തന്നെ നമ്മുടെ ചെമ്പ്രയിൽ അവിടുത്തെ ഒരു വായനശാലക്കും 22 ലക്ഷം രൂപ വെച്ച് ഈ 2 വായനശാലക്കും കൊടുത്തു. ഇന്ന് തന്നെ ഉദ്ഘാടനം ചെയ്യുന്ന തപസ്യ നിർമ്മാണോദ്ഘാടനം നടത്തുന്ന തപസ്യ വായനശാല ഉണ്ട്, അത് നമ്മുടെ മനക്കൽ പിടിയിൽ ആ വായനശാലക്കും കൊടുത്തു. പക്ഷെ അത് 10 ലക്ഷമാണ് കൊടുത്തത്. അവിടെ ഇത്രയും വായനശാലകൾക്കാണ് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു. പിന്നെ ഒന്ന് നമ്മുടെ ആരഭി വായനശാല, ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു വായനശാലയാണ് വാടനകുറിശി. അതിനും ഏതാണ്ട് 10 ലക്ഷം രൂപ അനുവദിച്ചു. ഇത്രയും വായനശാലകളാണ് നമ്മുടെ മണ്ഡലത്തിൽ അനുവദിച്ചിട്ടുള്ളത്. ഇവിടെ നിരന്തരമായി കുഞ്ഞേട്ടൻ ഇതുമായി ബന്ധപ്പെട്ട് സ്ഥലം തരുന്നതിന് മുമ്പാണെങ്കിലും പിന്നെ കെട്ടിടത്തിൻ്റെ കാര്യം പറയുമായിരുന്നു. പിന്നീട് സ്ഥലം ലഭ്യമാക്കി. അദ്ദേഹത്തിൻ്റെ തന്നെ മകൻ ശ്യാം വളരെ ചെറുപ്പത്തിൽ നമ്മൾ വിട്ടുപിരിഞ്ഞു. അപ്പോൾ ആ ഒരു ഓർമ്മ കൂടി അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് അവരുടെയൊക്കെ ഓർമ്മയ്ക്ക് വേണ്ടി കൂടിയാണ് എന്നുള്ളത് കൊണ്ട് സ്ഥലം സ്വന്തം വീടിൻ്റെ പരിസരത്ത് വിട്ടുതരികയാണ്. സ്ഥലം വിട്ട് തന്ന് നമുക്ക് കുറച്ച് പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു. ആ പരിമിതികളെല്ലാം മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഇത് യാഥാർത്ഥ്യമാക്കുന്നത്. കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ A ഷാബിറ ടീച്ചർ, ലൈബ്രറി കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് CP ചിത്രഭാനു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു.